ഇനി ഉത്സവങ്ങളുടെ കാലമാണ്. ഉത്സവത്തിന് പ്രധാനമായുമുള്ളത് ആന എഴുന്നള്ളിപ്പാണ്. എന്നാൽ ഈ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈക്കോടതി. ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്സവം നടത്താനാകാത്ത സ്ഥിതിയാണെന്നാണ് സംഘാടകർ പറയുന്നത്. നിയന്ത്രണത്തിൽ അയവ് വരുത്തിയില്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് തീർത്തും ഇല്ലാതാകും എന്നാണ് സംഘാടകരുടെ അഭിപ്രായം. നിലവിലെ നിയമങ്ങളും വിധികളും ഉത്തരവുകളും ചൂണ്ടിക്കാട്ടുകയും ഇവ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുകയുമാണ് കോടതി ചെയ്തിരിക്കുന്നത്. ആനകൾ തമ്മിൽ മതിയായ അകലം വേണമെന്നാണ് നാട്ടാന പരിപാലന നിയമം പറയുന്നത്. എന്നാൽ ഇത് 3 മീറ്ററായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതാണ് പുതിയ മാർഗനിർദ്ദേശം. 3 മീറ്റർ അകലം പാലിക്കാനാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എഴുന്നള്ളിപ്പിന് അനുമതി നൽകരുതെന്നും ഇതിൽ പറയുന്നു. ഇതോടെ ജില്ലാതല സമിതിക്ക് തൃശൂർ പൂരത്തിന് പോലും അനുമതി നൽകാനാകില്ല. മറ്റു ദൂരപരിധികളും ഈ രീതിയിലാണ് ഉണ്ടായത്. മതിയായ അകലം എന്നു മാത്രമാണ് നിയമത്തിലും മുൻവിധികളിലും പറയുന്നത്. 4 മണിക്കൂറാണ് പഞ്ചാരിമേളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം. തുടർച്ചയായി 3 മണിക്കൂർ വരെ മാത്രമേ ആനയെ എഴുന്നള്ളിക്കാവൂ എന്നാണ് പുതിയ നിർദ്ദേശം. ഇത് കൃത്യമായി പാലിക്കണമെങ്കിൽ മേളത്തിനിടയ്ക്ക് ആനകളെ മാറ്റേണ്ടി വരും. പാണ്ടിമേളത്തിന്റെ സമയം നീണ്ടാലും ഇതുതന്നെ സംഭവിക്കാം. ക്ഷേത്രങ്ങൾക്കുള്ളിലെ എഴുന്നള്ളിപ്പുകളെ രൂക്ഷമായാണ് നിർദ്ദേശം ബാധിക്കുക. ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലവും വാദ്യക്കാർക്ക് ഉൾപ്പെടെയുള്ള 8 മീറ്റർ അകലവും പാലിക്കാൻ മിക്ക ക്ഷേത്രങ്ങളുടെയും മതിൽക്കകത്ത് സ്ഥലം തികയത്തുമില്ല. 3 ആനയെ എഴുന്നള്ളിക്കാൻ 9 മീറ്റർ സ്ഥലം വേണം. കാണികൾക്കായി 9 മീറ്റർ വേറെയും വേണം. പൂരത്തിന്റെ സൗന്ദര്യം ഇല്ലാതാക്കുന്നത് കൂടിയാണ് പുതിയ നിയന്ത്രണങ്ങളെന്ന് പൂരം സംഘാടകർ പറയുന്നു.